ഹായ് അബുദാബി ഹായ്. അതെ താങ്ക് യു. എന്ന് അബുദാബി മറ്റേ TC കിട്ടിയോ? വാങ്ങിച്ചോ? വാങ്ങിച്ചു. എങ്ങോട്ടാ ഇപ്പൊ? ഇങ്ങോട്ട് വരുവാണോ അതെ അങ്ങോട്ട് പോവാണോ? അതെ കോഴിക്കോട്. കോഴിക്കോട്. ഇത് കൊള്ളാലോ ഡ്രസ്. എന്ത് രസമുണ്ടല്ലേ കോമ്പിനേഷൻ. ഭക്ഷണം കഴിച്ചിട്ട് വന്ന വഴിയാണോ? എന്താ ഇപ്പൊ കണ്ടിട്ടില്ല ഇവിടെ ഒരു സാധനം വെച്ച് ഇങ്ങനെ വെക്കുമ്പോ ഡ്രസ്സിൽ വീഴാതിരിക്കാൻ. ഏപ്രണോ? ഇതിന്റെ കൂടെ വരുന്നതാ. ആണോ? അതിന്റെ കൂടെ ഉള്ളതാ? ഫ്രീ ആയിട്ട് കിട്ടണതല്ലേ? ഈ ഡ്രസ് അബുദാബി സാംസ്കാരിക വേദിയിൽ സാബു അഗസ്റ്റിന് വാങ്ങിച്ചു തന്നത്. ആണോ? അല്ല ഇതിനെക്കാട്ട് 5 ഡ്രസ് വാങ്ങിച്ചിട്ടുണ്ട്. മധു നമ്മളൊക്കെ ഇപ്പൊ ജനിച്ചാൽ മതി. ഇതുപോലെ ഈ ടോപ്പ് സിംഗറിൽ നിന്ന് പാടിക്കഴിഞ്ഞാൽ 75 ഡ്രസ്, ഏത് പാട്ടാ മോള് പാടുന്നത്? കാനന ചായയിൽ അടുമയ്ക്കാൻ. ഞാൻ വരട്ടെയോ നിന്റെ കൂടെ? പാടില്ല പാടില്ല പാടേ നമ്മൾ പാടേ മറന്നൊന്നും ചെയ്തുകൂടാ. ഓക്കെ. ഏത് സിനിമ? രമണൻ. രണമനോ? ലിറിക്സ് ചങ്ങമ്പുഴ സർ. ചങ്ങമ്പുഴ സാർ. പിന്നെ അതിന്റെ മ്യൂസിക് ഡയറക്ടർ രാഗൻ മാസ്റ്റർ. പാടിയത് പിലീലമ്മ. അതിന്റെ ഉദയഭാനു സർ. അത് കഴിഞ്ഞിട്ട് വർഷം 1967. അത് കഴിഞ്ഞിട്ട് പാടാൻ പോണു. അല്ല ഒരു മിനിറ്റ്, ചേട്ടനൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ഡെയിൻ ചേട്ടാ ഐ എം സോ സോറി. കഴിഞ്ഞ തവണ സോറി പറഞ്ഞായിരുന്നല്ലോ. അത് വേറെ കുട്ടിയാ. സോറി പറഞ്ഞ ഞാൻ പിന്നെ പറഞ്ഞോളൂ. ഫസ്റ്റ് ഒന്ന് പറയട്ടെ. ഐ റിയലൈസ് മൈ മിസ്റ്റേക്ക്. പറഞ്ഞു തീർത്തു. പ്ലീസ് അക്സെപ്റ്റ് മൈ അപ്പോളജീസ്. അക്സെപ്റ്റ് ചെയ്തു. ഞാൻ അന്ന് 17 പൂങ്കരലിൽ പാടിന് മിണ്ടായിരിക്കണ്ടേ പറഞ്ഞില്ലേ? അതിന് സോറി. എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് പറയൂ. സിനിമയുടെ പേര് പറയട്ടെ. ഞാൻ പറഞ്ഞോട്ടെ. ഫിലിം വെള്ളരി പ്രവീണ മിണ്ടായിരിക്കും. പറയാൻ സോറി മോളെ, ഞാൻ സോറി ചോദിക്കുന്നു. അയ്യോ സാറിനല്ല, അല്ല അതിന് ഞാൻ സോറി പറയുന്നു. രക്ഷയില്ല. അത് പറഞ്ഞു ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല മോളെ, നീ ഡെയിൻചേട്ടനോട് പോയി സോറി പറഞ്ഞു. അത് അച്ഛനും അമ്മയും നമ്മുടെ ആദ്യം പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഉഗ്രൻ ഒരു പാട്ടാണ്, നല്ല അർത്ഥവത്തായിട്ടുള്ള ഒരു പാട്ടാണ്. എനിക്ക് ഇതൊക്കെ കേട്ട് പഠിക്കണം കേട്ടോ മീനുട്ടി. ശരി. എനിക്ക് എന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു നല്ല അവസരങ്ങളിൽ ഒന്നായിരുന്നു. ഒന്നെന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ TV-യില് ചിങ്ങമാസം പാടിയ ഉടനെ ഒരാളുടെ കൂടെ ഒപ്പം ഇരുന്ന് കുറെ നേരം സംസാരിച്ച് ഒരു ഇന്റർവ്യൂ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി. ഇപ്പൊ ഈ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ആ മഹത് വ്യക്തിയോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ചതും ദൂരദർശൻ എന്നുള്ള ചാനലിൽ ഇരുന്നതും ഒക്കെ എന്റെ മനസ്സിൽ എന്നും ഒരു വലിയ സംഭവം തന്നെയാണ്. ശുദ്ധനായിട്ടൊരു മനുഷ്യൻ. ശരിക്കും വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി തുള്ളി തുളുമ്പുകയായിരുന്നു. അദ്ദേഹം കുറച്ച് സിനിമകൾക്ക് പാട്ട് കേട്ടിട്ടുണ്ട്. അതില് ആദ്യത്തെ കിളി ചിലച്ചു കിലു കൈവള ചിരിച്ചു കളമൊഴി നിൻ കൈയിലാകെ കുളിരും വച്ചു കിളി ചിലച്ചു. എന്ത് രസമുള്ള പാട്ടാണ്. ദേവാനിച്ചേട്ടന്റെ ആത്മാവിനല്ലേ? ശാന്തി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.